Assalamu alaikum. Welcome to another fantastic episode of Food on Calm. ഇന്നിവിടെ ഇളനീർ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോൺസ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പ്രോൺസ് ഇൻ ടെൻഡർ കോക്കനട്ട് കറി. ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. അല്പം ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും 2 ചെറിയ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എന്നിവ ചേർത്ത് ഇതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഒരു ഇളനീർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതിൽ നിന്നും വെള്ളവും കയമ്പും മാറ്റിവെക്കാം. ഇളനീർ വെള്ളം മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുത്ത് 3 to 5 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. 150 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി 10 കാഷ്യൂനട്ടും നേരത്തെ മാറ്റി വെച്ച ഇളനീർ കയമ്പും ചേർത്ത് ഗ്രൈൻഡറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഈ അരപ്പ് വെന്ത് വന്ന ചെമ്മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടോ 3 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അവസാനമായി ഡൈസ്ഡ് ടൊമാറ്റോയും 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കറി ലീവ്സും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഇൻ ടെൻഡർ കോക്കനട്ട് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇത് ഇവിടെ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പൊറാട്ടയുടെ കൂടെയോ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ ഒരുപാട് അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.